ഇതാണ് സ്ലോവേനിയയിൽ ബസ് ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ കേട്ടോ. നമുക്ക് എല്ലാ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ ഒരു മെഷീൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ATM കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഞങ്ങളൊക്കെ മന്ത്ലി ഒരു കാർഡ് എടുത്തേക്കാണ്. ആ കാർഡ് റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തോരം വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചാൽ എങ്ങനെ റീചാർജ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ബസ് കാർഡ് എടുത്ത് അവിടെ വെച്ചു. ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലാക്ക് ഇത് ഉണ്ട്, അത് വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ലോവേനിയൻ വേണമെങ്കിൽ അതുകൊണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കൊല്ലത്തേക്കും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മാസത്തേക്കും ചെയ്യാൻ പറ്റും. 37 യൂറോയാണ് ഒരു മാസം. ഒരു കൊല്ലത്തേക്ക് കുറവാട്ടോ. നമുക്ക് അറിയില്ലല്ലോ എപ്പോഴാണ് നമ്മൾ കമ്പനി മാറണേ, ആ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മാസം ചെയ്യാറ്. നമുക്ക് ATM കാർഡ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റും. പിന്നെ പൈസ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പൈസ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 37 യൂറോ ആണ്. 37 യൂറോയ്ക്ക് നമ്മൾ 50 യൂറോ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല. ബാക്കി കിട്ടണത് അടുത്ത മാസം റീചാർജ് ചെയ്യില്ല നമ്മൾ. അപ്പോൾ അതിൽ ബാലൻസ് ആയിട്ട് ഇത് കിടക്കും. അപ്പോൾ ഈ 13 യൂറോ അടുത്ത മാസത്തിൽ കുറയും. അതന്നെ കേട്ടോ, ബാക്കി കിട്ടില്ല. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. നമുക്കിപ്പോൾ മന്ത്ലി റീചാർജ് ചെയ്യാൻ ഞങ്ങൾക്ക് സുഖം. ഞങ്ങൾ എല്ലാ ദിവസവും പണിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും മന്ത്ലിയാണ് റീചാർജ് ചെയ്യാറ്. അത് കഴിഞ്ഞ് നമ്മൊരു കൺഫർമേഷന് വേണ്ടി വീണ്ടും അപ്പുറത്ത് നമ്മൾ ടാപ്പ് ചെയ്യണം. ആ ലെഫ്റ്റ് സൈഡിലുണ്ട്, അത് നമ്മൾ ടാപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ പേരടക്കം വേണം, അല്ലെങ്കിൽ ഇത് വേണ്ടേ, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. വെറുതെ ചോദിക്കുന്നതാണ്. ഇത്രയ്ക്കുള്ളൂ കേട്ടോ അത് റീചാർജ് ചെയ്യുന്നത്.